മതി. രണ്ടാമത്തത് അക്ഷയ് കുമാർ മെഹ്ത. ഇദ്ദേഹം ആരാണ് എന്നുള്ളത് നമുക്ക് ഇതേ സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ശേഷം നടന്ന കലാപത്തിൽ ഏറ്റവും അതിക്രൂരമായ ഒരു രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നരോദ പാട്ടിയ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖങ്ങളിലൊന്നാണത്. അതിൽ ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ, അതിൽ അവിടെ മുസ്ലിങ്ങളെ കത്തിച്ചു കൊല്ലുമ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷം അനുഭവപ്പെട്ടു. എൻ്റെ രാജ്യത്തിനു വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിനു വേണ്ടി ഞാൻ വലിയൊരു കാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ വളരെ കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രതിയായിട്ടുള്ള ബാബു ബജ്രംഗി. ഈ ബാബു ബജ്രംഗിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ രണ്ടാമത്തെ വ്യക്തി, അതായത് അക്ഷയ് കുമാർ മെഹ്ത എന്ന് പറയുന്ന വ്യക്തി, അയാൾ ആരാണ്, അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങൾ, അതിൻ്റെ ട്രാൻസ്ലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നരേന്ദ്രഭായ് എന്ന് വെച്ചാൽ അന്നത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി, അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിന് ശേഷം ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിമാരെയെല്ലാം നരേന്ദ്രഭായ് എന്ത് ചെയ്തു, മാറ്റിക്കൊണ്ടിരുന്നു. അവസാനം വന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ആര്, ഈ അക്ഷയ് കുമാർ മെഹ്ത എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എന്നെ ഫയലുകൾ നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് വിട്ടു എന്ന് പറയുന്ന ആ ഭാഗം ഇതാണ് ബാബു ബജ്രംഗി നരോദ പാട്ടിയ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും ഹീനമായ ക്രൂരകൃത്യം ചെയ്ത, അതിൻ്റെ പേരിൽ വർഷങ്ങളോളം ജയിലിലായിരുന്ന, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആളാണ് ബാബു ബജ്രംഗി. അദ്ദേഹം പറയുന്ന ഭാഗം നമുക്ക് हमको तो जेल से नरेंद्र भाई ने छुड़वाया, उन्होंने जज बदले और जज बदल के फिर नरेंद्र भाई ने सेटिंग की और नरेंद्र भाई ने हमको छुड़वाया, तो हम नहीं छूट सकते थे। पहला जज आया था धोलकिया जी था, उन्होंने बोला कि बाबू भाई बजेंगे तो फांसी होनी चाहिए 4-5 बार, एक बार नहीं, और फाइल फेंक दी सब। फिर दूसरा आया तो दूसरा ने हमारा को यही बताया कि नहीं, इनको फांसी होनी चाहिए। फिर तीसरा ने 1.5-4.5 महीना हो गए, फिर नरेंद्र भाई ने हमारे को संदेशा भेजा कि ठहर जाओ, मैं अभी सेटिंग करता हूँ, अभी टाइम निकल गया है। फिर उन्होंने अक्षय मेहता करके जज को भेजा, जज ने फाइल नहीं देखी, कुछ नहीं, बोले जा नहीं, ग्रांटेड, और सब जेल खाली कर दी वहाँ, बाहर आ गए लोग। तो वो ये काम हम तो भगवान इसके लिए मानते कि इनके काम के लिए आज हमको बोले ഹിന്ദുത്വ അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രഭായ് എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചു. അദ്ദേഹം അതിനു വേണ്ടി ചെയ്തെന്താ വെച്ചാൽ ജഡ്ജിമാരെ മാറ്റിക്കൊണ്ടേയിരുന്നു.